നമസ്തേ. ഇന്ന് കാരകാണി എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. കാരകങ്ങൾ അല്ലെങ്കിൽ കാരകാണി എന്ന് പറഞ്ഞാൽ വിഭക്തികളെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ ഷഡ് കാരകാണി സന്തി, 6 കാരകങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു ഡൗട്ട് വരും, വിഭക്തി 7 എണ്ണമാണല്ലോ ഉള്ളത്, ഇവിടെ 6 എണ്ണമാണല്ലോ പറയുന്നത്, 6 കാരകങ്ങളെയാണല്ലോ പറയുന്നത് എന്ന് വരും. ശരിയാണ്, വിഭക്തിയിൽ ഉള്ള ഷഷ്ടി വിഭക്തി എന്ന ഭാഗം ഈ കാരകത്തിൽ ഉൾപ്പെടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ 7 എണ്ണത്തിൽ നിന്ന് 1 പോയാൽ 6 എണ്ണം. അപ്പോൾ കാരകങ്ങൾ എന്ന ഒരു പേരിൽ ചോദിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ 6 കാരകങ്ങളാണ് ഉള്ളത്, വിഭക്തി 7 എണ്ണം. ഓക്കെ, ഏതൊക്കെയാണ് കാരകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കർത്തൃകാരകം, കർമ്മകാരകം, കരണകാരകം, സമ്പ്രദാനകാരകം, അപാദാനകാരകം, അധികരണകാരകം. ഇങ്ങനെയാണ് 6 കാരകങ്ങൾ. കർത്തൃകാരകം പ്രഥമ വിഭക്തിയാണ്, കർമ്മകാരകം ദ്വിതീയ വിഭക്തിയാണ്, കരണകാരകം തൃതീയ വിഭക്തി, സമ്പ്രദാനകാരകം ചതുർത്ഥി വിഭക്തി, അപാദാനകാരകം പഞ്ചമി വിഭക്തി, അധികരണകാരകം സപ്തമി വിഭക്തി. അപ്പോൾ ഇവിടെ ഷഷ്ടിയില്ല അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കാരകങ്ങളിൽ ഷഷ്ടിയെ പെടുത്തിയിട്ടില്ല. ഈ 6 കാരകങ്ങൾക്കും ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൽ തന്നെ കുറേ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ നിയമങ്ങളെ കൂടാതെ വരുന്ന ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷഷ്ടിയിലേ പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് കാരകങ്ങളിൽ ഷഷ്ടി ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇവയെ ഓരോരോ കാരകങ്ങളെയും പ്രത്യേകമായി നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കാരകമാണ് കർത്തൃകാരകം. കർത്തൃ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയാണ്. കർത്താവിനെയാണ് കർത്തൃകാരകം എന്ന് പറയുന്നത്. കുറച്ച് നിയമങ്ങളുണ്ട് അവിടെ, നമുക്കൊന്ന് നോക്കാം. കർത്തൃകാരകം സ്വതന്ത്രഃ കർത്ത, സ്വതന്ത്രനാണ് കർത്താവ് എന്ന ഒരു സൂത്രത്തിലൂടെയാണ് വിശദീകരിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയായാം സ്വാതന്ത്ര്യേണ, സ്വാതന്ത്രേണ എന്ന് എഴുതിയിട്ടുള്ളൂ, ഒരു യാ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കണം. സ്വാതന്ത്ര്യേണ വിവക്ഷിതഃ അർത്ഥഃ കർത്താ, ക്രിയായാം എന്ന് പറഞ്ഞാൽ ക്രിയയിൽ, സ്വാതന്ത്ര്യേണ സ്വാതന്ത്ര്യത്തോടുകൂടി, പറയാൻ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ
അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ക്രിയയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ആൾ എന്ന നിലയിൽ അത് കർത്താവ് മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്രിയ, കർത്താവ്, ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധമുണ്ടാവുന്നത് എന്നെല്ലാം നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കർത്ത എന്ന് മനസ്സിലായല്ലോ അല്ലേ? ക്രിയയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു ആൾ കർത്താവ്. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ഇനി ഉദാഹരണം നമുക്ക് നോക്കാം. ദേവദത്തഃ ഗ്രാമം ഗച്ഛതി. ഇതിലെ ക്രിയാപദം ഗച്ഛതി അല്ലേ? ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണ്. അപ്പോൾ ഇവിടെ ഗച്ഛതി പോകുന്നു, അത് തന്നെയാണ് പ്രവൃത്തി, അത് തന്നെയാണ് ക്രിയ. അപ്പോൾ ഈ പോകുന്ന അല്ലെങ്കിൽ പോകുന്നു എന്ന പ്രവൃത്തി, ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്ന നിലയിൽ അവിടെ കർത്താവ് ദേവദത്തനാണ് അല്ലേ? ആ ക്രിയ ഉൾപ്പെട്ടിരിക്കുന്നത് ദേവദത്തനിൽ ആണ്. പിന്നെ ഇവിടെ ഗ്രാമം എന്നുണ്ട് അല്ലേ? ഗ്രാമത്തിലേക്ക് പോകുന്നു. എവിടേക്ക് പോകുന്നു? ഗ്രാമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് എന്നതെല്ലാം രണ്ടാമത് വരുന്ന എന്താ പറയുക, അർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ കർത്താവിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുകൂടി ഇവിടെ വഴി തുറക്കുകയാണ്. ക്രിയയോട് ചോദ്യം ചോദിക്കുക. എങ്ങനെ ചോദ്യം ചോദിക്കുക? ഇപ്പം ഇവിടെ പോകുന്നു അല്ലേ? പോകുന്നത് ആരാണ്? അദ്ദേഹം കർത്താവാണ്. പോകുന്നു എന്ന ക്രിയ ചെയ്യുന്നത് ദേവദത്തനാണ്. അപ്പോൾ ഇവിടെ ദേവദത്തഃ എന്നത് കർത്താവ്. പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു നിയമം കൂടിയുണ്ട്. കർത്താവിൻ്റെ വചനമനുസരിച്ചിട്ടായിരിക്കും ക്രിയയുടെ വചനം. വചനം എന്ന് പറഞ്ഞാൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പോൾ ഇവിടെ ദേവദത്തഃ എന്നത് ഒരാളാണ്, ഏകവചനത്തിലാണ്. അതുകൊണ്ട് ഗച്ഛതി, ഒരാൾ പോകുന്നു എന്നൊരർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതേസമയം രണ്ട് ദേവദത്തന്മാരാണെങ്കിലോ അവിടെ ദേവദത്തൗ എന്ന് വരും. ദേവദത്തൗ ഗ്രാമം ഗച്ഛതഃ എന്ന് വരും. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ചിട്ട് ക്രിയയുടെ വചനവും മാറും. അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടത്തെ കർത്താവിനെ നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ വാക്യം, മാതാ ഭോജനം പചതി. അമ്മ ഭക്ഷണത്തെ പാകം ചെയ്യുന്നു, പചിക്കുന്നു. ഇവിടത്തെ ക്രിയ ഏതാണ്? പചതി അല്ലേ? പചിക്കുന്നു. പചിക്കുന്നു എന്ന ക്രിയ ഏറ്റവും കൂടുതൽ ആ ക്രിയ ചെയ്യുന്നത് ആരാണ്? ആ ക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? മാതാവാണ് അല്ലേ? അപ്പോൾ കർത്താവ് ആരായിരിക്കും? മാതാ. ഓക്കെ, അപ്പോൾ ഇവിടെ മാതാ എന്നത് ഏകവചനമാണ്. അതുകൊണ്ടാണ് അവിടെ പചതി എന്ന ഒരു ഏകവചന ക്രിയ വന്നിരിക്കുന്നത്. ദ്വിവചനമാണെങ്കിലോ
മാത എന്ന ശബ്ദത്തിൻ്റെ ദ്വിവചനം മാതരൗ എന്നാണ്. മാതരൗ ഭോജനം പചതഃ. ബഹുവചനമാണെങ്കിൽ മാതരഃ ഭോജനം പചന്തി. ഇങ്ങനെ കർത്താവിൻ്റെ വചനത്തിനനുസരിച്ചിട്ട് ക്രിയയുടെ വചനവും മാറും. അപ്പോൾ ഇവിടെ കർത്തൃകാരകം എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കർത്തൃകാരകത്തിൽ കർത്താവ് എപ്പോഴും പ്രഥമ വിഭക്തിയിലേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, വേറൊരു പ്രയോഗം കൂടിയുണ്ട്, അതിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ നിയമപ്രകാരം കർത്താവ് പ്രഥമ വിഭക്തിയിൽ വരികയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം. ശിശുഹു ക്ഷീരം പിബതി. ക്രിയാപദം പിബതി, കുടിക്കുന്നു അല്ലേ? ആര് കുടിക്കുന്നു? ശിശുഹു. കുടിക്കുന്നു എന്ന ക്രിയ ചെയ്യുന്നത് ആരാണ്? ശിശു ആണ്. അപ്പൊ ശിശു ആരാ? കർത്തൃപദം. ഓക്കെ, അതുപോലെ ഛാത്രഃ പാഠം പഠതി. വിദ്യാർത്ഥി പാഠത്തെ പഠിക്കുന്നു. പഠിക്കുന്നു എന്ന ക്രിയ ചെയ്യുന്നതാരാ? ഛാത്രഹയാണ്. അപ്പോൾ ഈ ഛാത്രഹ കർത്താവാണ്. ഓക്കെ, പഠതി ക്രിയ, ഛാത്രഹ ഏകവചനമാണ്. അതുകൊണ്ട് പഠതി എന്ന ക്രിയാപദവും ഏകവചനത്തിൽ, അതിൻ്റെ ദ്വിവചനം ഛാത്രൗ പാഠം പഠതഃ. ബഹുവചനം ഛാത്രാഃ പാഠം പഠന്തി. ഓക്കെ, ഇനി രാമഃ വനേ അസ്തി. രാമൻ വനത്തിലാണ്. ഇവിടെ ക്രിയ ഏതാ? അസ്തി അല്ലേ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് നമുക്ക് അർത്ഥം സ്വീകരിക്കാം. ആകുന്നു എന്ന് തന്നെ നമുക്കിവിടെ എടുക്കാം. എന്താകുന്നു? രാമനാകുന്നു. രാമൻ എവിടെയാകുന്നു? വനത്തിലാകുന്നു അല്ലേ? ആണ് അല്ലെങ്കിൽ ഉണ്ട്, ആകുന്നു എന്നീ അർത്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് അസ്തി എന്ന ആ ക്രിയാപദത്തിൽ എടുക്കാം. അതിലുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നൊരർത്ഥം സ്വീകരിക്കുമ്പോൾ ഉണ്ട്, എന്തുണ്ട്? രാമനുണ്ട്. രാമൻ എവിടെയുണ്ട്? വനത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയയോട് ചോദ്യം ചോദിക്കുമ്പോഴും നമുക്ക് കർത്താവിനെ കിട്ടും. ആ ക്രിയയിൽ ഏറ്റവും അധികാരമുള്ള ആൾ എന്ന നിലയ്ക്കും നമുക്ക് കർത്താവിനെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കർത്തൃകാരകത്തെ ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കർത്തൃകാരകം എങ്ങനെയാണ് എടുക്കുക, അതിൻ്റെ സൂത്രം എന്നെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതനുസരിച്ചിട്ട് എന്ത് വാക്യം നമുക്ക് കിട്ടിയാലും ക്രിയയെ കണ്ടെത്തണം. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് കർത്താവിനെയും നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ കാരകമായ കർമ്മകാരകത്തെ ശാസ്ത്രീയമായ സൂത്രരൂപത്തിൽ നമുക്ക് പഠിക്കാം. ധന്യവാദ.